ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സിസ്റ്ററുടെ ഡെലിവറി ഡേറ്റ് ആണ് കേട്ടോ, സി സെക്ഷനാണ്. അപ്പോൾ രാവിലെ നമ്മൾ അനിയത്തിയെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് കുറച്ച് താമസിച്ചു. ഏർലി മോർണിംഗ് ലേബർ റൂമിൽ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല സ്പീഡിലാണ് പോണത്. അവളുടെ കൂടെ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ചെല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടിമണികളെയൊക്കെ ഒരുക്കി ഇറങ്ങിയപ്പോൾ നല്ല താമസിച്ചു. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ദേഷ്യം കാണിക്കുന്നുണ്ട്. കാരണം ഉമ്മ മാത്രമേ ഉള്ളൂ അവളുടെ കൂടെ. ഈ ഒരു സമയത്ത് ഓടേണ്ട ഓട്ടം മുഴുവൻ ഉമ്മ ഒറ്റയ്ക്ക് ഓടാണ്. ഒന്നാമത് വയ്യാത്ത ആളാണ്. അപ്പോൾ ഉമ്മക്ക് നല്ല ദേഷ്യമായിട്ടുണ്ട്, ആരും എത്തണില്ല. അങ്ങനെ നമ്മളതേ ടൈമിനൊക്കെ തന്നെ എത്തി. അവൾ സ്ട്രിപ്പിട്ട് നമ്മൾ എത്തുന്നത് വരെ അവളെ കയറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ മക്കളെയൊക്കെ മാസ്കൊക്കെ വെച്ച് കെയർ ചെയ്യുന്നുണ്ട്. കാരണം കൊറോണയൊക്കെ വീണ്ടും വരുന്നെന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും വെപ്രാളപ്പെട്ട് വന്നിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. കാരണം നമുക്ക് പോകേണ്ട സ്ഥലം അറിയില്ല കേട്ടോ. ബ്രദർ കൂടെ വന്നിട്ടുണ്ട്, ആൾ വണ്ടി ഒതുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾക്ക് മാത്രമേ അറിയുള്ളൂ അവളെ എവിടെയാണ് കിടത്തിയിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഏകദേശം ഒരു 8 വർഷത്തിന് ശേഷമാണ് അവൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഐദൂസിന് ജന്മം നൽകുന്നതും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അവൻ്റെ മെയിൻ പ്രോബ്ലംസൊക്കെ കണ്ടുപിടിക്കുന്നതും ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റലിനോടും ഇവിടുത്തെ ഡോക്ടർമാരോടും എനിക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തതും. നമ്മൾ ചെന്നപ്പോഴേക്കും ആൾ റെഡിയായി ലേബർ റൂമിലേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും ഒരു നല്ല സന്തോഷച്ചിരിയുണ്ട്. അവളെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. കാരണം അവൾ നല്ല ബോൾഡാണ്. ഞങ്ങൾ ചെന്ന് കുറച്ച് ടൈം ആയപ്പോഴേക്കും ഏകദേശം ഒരു 7:45 അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ആൾ ലേബർ റൂമിലേക്ക് പോവാണ്. പിന്നെയാണ് നമ്മുടെ ടാസ്ക് തുടങ്ങുന്നത്, വെയിറ്റിംഗ്. എന്തൊരു വെയിറ്റിംഗ് ആയിരുന്നറിയോ. 8 ആയി, 9 ആയി, 10 ആയി, 11 ആയി, 12 ആയി. ആളുടെ ഒരു വിവരവും ഇല്ല, ആരും ഒന്നും അറിയുന്നുമില്ല. നമ്മൾ എല്ലാവരും ഫുഡ് പോലും കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഉമ്മ തലേ ദിവസം അവൾക്ക് കൊടുത്ത സമയത്ത് കഴിച്ചതാണ് കേട്ടോ. അതിനുശേഷം പച്ചവെള്ളം പോലും കഴിച്ചിട്ടില്ല. ഉമ്മക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഒരു 1:20 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. വരുന്നതാണ് നമ്മുടെ രാജകുമാരൻ, മോനാണ്. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങളെയൊക്കെ കാണിച്ചു. പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുപോയി കേട്ടോ. ഒരു 3 മിനിറ്റ് അത്ര എടുത്തിട്ടുള്ളൂ. ആൾ ഹെൽത്തിയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.